വീണ്ടും ഒരു ജനനം ഉണ്ടെങ്കിൽ, വീണ്ടും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി തന്നെ വേണമെന്നുള്ളവരൊന്ന് കൈവക്കാം. പൊക്കും. കാരണം എന്താണ്, അല്ലെങ്കിൽ അവള് അച്ഛാ എടി ഇന്ന് അവിടെ അവൾ പൊക്കിയെന്നുകൊണ്ട് നമ്മുടെ ചേട്ടനോട് ഇന്ന് തീർന്നു നമ്മുടെ ജീവിതം. അച്ഛാ ഞാൻ സ്നേഹിക്കുന്നു, കൊച്ചു ധ്യാനത്തിന് വന്നിട്ടുണ്ട്, അവളെ 3 ദിവസം കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു. എടി എന്താണ് സ്നേഹിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. ഇഷ്ടം എന്ന് പറയുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകണമെന്നാണ് ഇഷ്ടം. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. എൻ്റെ വീട്ടിലെ സഹനം അപ്പുറത്തെ വീട്ടിലെ ആളറിയരുത്. നമ്മുടെ മക്കളെ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും, പക്ഷേ കോളറിന് പിടിച്ച് കൂത്തിപ്പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കണം. ഒരെണ്ണത്തിനെ വിശ്വസിച്ചേക്കല്ലേ. അച്ഛ അങ്ങനെയൊക്കെ പറയില്ല, പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ പോലെ വീട്ടിൽ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. MDMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അമ്മമാർ ഈ ഒരു കാര്യത്തിനെതിരെ നിൽക്കാനായിട്ട്, അടിയുറച്ച് നിൽക്കാനായിട്ട്, ചങ്കുറപ്പടെ നിൽക്കാൻ പറ്റിയ ഇത് അങ്ങനെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും. നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൊച്ചുമക്കളോട് അവർ വിവാഹിതരാകുമ്പോൾ, വിവാഹിതരാകാൻ പോകുമ്പോൾ അവരോട് പറയേണ്ടത്, നിങ്ങൾ ആഴമായ ബോധ്യത്തോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഉദരത്തിലേക്ക് കുഞ്ഞിനെ സ്വീകരിക്കാവൂ. എന്നാലോചിച്ച് നോക്കി, എന്തൊരിഷ്ടം എന്നറിയാം എനിക്കെന്നാ. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്കെൻ്റെ ജീവിത പങ്കാളി ഇഷ്ടപ്പെടാൻ പറ്റും. പ്രിയമുള്ളവർ, ജീവിത പങ്കാളി ഇഷ്ടമാണ്. പുള്ളിക്കാരനില്ല, ധൈര്യമായിട്ട് പറയാം. ജീവിത പങ്കാളി മരിച്ചു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ കാണട്ടെ. ഓക്കെ, താഴ്ത്തി. മരിച്ചു പോയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ലേ? അതേ സങ്കടം ഇപ്പം ഉണ്ടോ? ഇല്ല. എന്താണ് കാരണം? എന്താണ്? കാലം മായ്ച്ചു കളഞ്ഞതല്ല. ആ വ്യക്തി മരിച്ചു പോയതിനു ശേഷം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തമ്പുരാൻ ശ്രവിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ സങ്കടം കുറഞ്ഞത്. സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള. പിന്നെ അത് സങ്കടം മാറി, അത് സന്തോഷമായിട്ട് മാറും. പിന്നെ ജീവിത പങ്കാളിയോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. അത് ഇതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. മരണം എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് സംഭവിക്കും. പ്രിയമുള്ളവരെ, ജീവിത പങ്കാളിയെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് പറയുള്ളൂ. കാരണം എന്താണ്? നമ്മൾ പള്ളിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാണ് അച്ഛന്ന് ഇയാൾ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇഷ്ടമാണ്. എവിടം വരെയാണ് ഇഷ്ടം? മരണം വരെ. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്കിത് അറിയാറുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഞാൻ അച്ഛൻ മരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മകരമെന്നാണ് പറഞ്ഞത്. അടുത്ത മകരം വരെ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചിട്ടില്ല അച്ഛൻ. പ്രിയമുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് പലതും ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് ആദ്യം എന്നെ ഇഷ്ടപ്പെടണം. പ്രിയമുള്ളവരെ, വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ, വീണ്ടും ഒരു ജനനം ഉണ്ടെങ്കിൽ, വീണ്ടും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി തന്നെ വേണമെന്നുള്ളവരൊന്ന് കൈവക്കാം. പൊക്കും. കാരണം എന്താണ്, അല്ലെങ്കിൽ അവള് അച്ഛാ എടി ഇന്ന് അവിടെ അവൾ പൊക്കിയെന്നുകൊണ്ട് നമ്മുടെ ചേട്ടനോട് ഇന്ന് തീർന്നു നമ്മുടെ ജീവിതം. അറിയുള്ളവരെ, ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ, നിങ്ങൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കണ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ സഹിക്കണം? സിമ്പിളായിട്ട് ചോദ്യം. ജീവിത പങ്കാളിയെ സഹിക്കണ, ജീവിത പങ്കാളി രണ്ടും ഉണ്ടച്ചാന്ന്. കൂടുതൽ സഹനോടെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ജീവിത പങ്കാളിയെ നമ്മൾ സഹിക്കണം. ശരിക്കും സത്യമൊന്നും ആളുണ്ടാവും. ആ സത്യത്തിന് ഭയങ്കര ഒരു ആഴം പോലെ. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ സഹിക്കാറുന്ന, സ്നേഹിക്കാറുന്നു. അതെന്തോർത്താനുള്ളത്? എന്നിട്ടാണ് പുള്ളിക്കാരൻ അവിടെ ദേടെ കണ്ട പാവം തുണിയും കൂടിയില്ല. സ്നേഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സഹിക്കാൻ. സ്വയം സ്നേഹിക്കണം, പരസ്പരം. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ജീവിത പങ്കാളിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് സഹനമാണ്. ഈശോ സഹിക്കായിരുന്നില്ല, പക്ഷെ അത് സഹനമായിട്ട് തോന്നൂല എന്നുള്ള കേട്ട് തഴമ്പിച്ച ഒരു സാരോപദേശ ചിന്ത എങ്ങനെയാണ്? 2 മക്കളാണ്. മൂത്തത് പാരലൈസ്ഡാണ്, ഇളയവൻ ആരോഗ്യവാനാണ്. വളരെ കുഞ്ഞിലെ ഈ ആരോഗ്യവാനായ, അതായത്
ഈ തളർവാദം പിടിപെട്ട് കിടക്കുന്ന ചേട്ടനെ ഇങ്ങനെ ഒക്കത്തെടുത്തുകൊണ്ട് അനിയൻ നടക്കും. ഈ അനിയൻ ഇങ്ങനെ ആരോഗ്യവാനാണെങ്കിലും അതിനേക്കാളും വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നുന്നത് കൊണ്ട് ഈ തളർന്നു കിടക്കുന്നവൻ ഭയങ്കരമായിട്ട് തടി വെച്ചു. പക്ഷേ അനിയൻ അപ്പോഴും കുഴപ്പമില്ല, അനിയൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോവാം. അപ്പോൾ ഒരു ദിവസം വലിയ ഒരു തിരക്കിൻ്റെ ഇടയിലൂടെ അനിയൻ ഈ ചേട്ടനെയും പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഇവരെ പരിചയമില്ലാത്ത ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു, എന്തൊരു ഭാരമാണ് ആ അനിയൻ ആ ചെക്കൻ പൊക്കിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. അങ്ങനെ അനിങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഭാരമല്ല, ഇതെൻ്റെ ചേട്ടനാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് സ്നേഹം വരുന്നത്. ഞാൻ സഹിക്കുന്നത് ഇതെൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുമ്പോൾ അവിടെ സഹനം എന്താകുകയാണ്? സ്നേഹമായി മാറും. അതുകൊണ്ടായിരിക്കണം മലയാളത്തിൽ അല്ലേ വളരെ എളുപ്പത്തിൽ ഈ 3 അക്ഷരങ്ങളൊന്നും അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടാൽ എന്തായി? ഓക്കെ, വളരെ സിമ്പിളായിട്ട് എന്തായി? അക്ഷരങ്ങളുടെ ക്രമീകരണത്തിലുള്ളൊരു മാറ്റമാണ് സഹനത്തെ സ്നേഹമാക്കും, സ്നേഹത്തെ സഹനാക്കുന്നു. ഒരച്ഛൻ പങ്കുവെച്ച ഒരു കഥയാണോ സംഭവമാണോ എന്നറിയില്ല. ഒരു ദിവസം ഇങ്ങനെ ഈ ക്രിസ്ത്യൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾ. അവർ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവർ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അവരങ്ങനെ ആഘോഷമായിട്ട് ഭക്ഷണം കഴിക്കും. ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ധ്യാനം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ധ്യാനത്തിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ഈ ധ്യാനം നടത്തുന്ന ധ്യാനഗുരു ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുശലവർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിങ്ങനെ നടക്കാം. അപ്പോൾ 2 പേര് അവർ ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു വരിക. ഭയങ്കര കൂട്ടുകാരാണ്. അപ്പോൾ അവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രണ്ട്സ് എന്നാണ് അവർ കുട്ടികൾ വിളിച്ചിരുന്നത് അച്ഛൻ. അങ്ങനെ അവർ 2 പേരും കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ അച്ഛൻ വെറുതെ തമാശക്ക്, നിങ്ങളെന്തിനാ ധ്യാനത്തിന് വന്നെന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യം ഉണ്ടായില്ല അച്ഛൻ, അമ്മ വിട്ടതാണ് നിർബന്ധിച്ച്. അങ്ങനെയെങ്കിലും 3 ദിവസത്തേക്ക് സ്വസ്ഥത വീട്ടിലുണ്ടാവില്ല എന്ന് വിചാരിച്ച് വിട്ടാണ് അച്ഛാന്ന്. അപ്പോൾ വളരെ ഓപ്പണായിട്ട് അതിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവൻ വീണ്ടും മറ്റവനോട് ചോദിച്ചാൽ നീ എന്തിനാ ധ്യാനത്തിന് വന്നതെന്ന് ചോദിച്ചു. തുടുത്തു, ആപ്പിളും അല്ലായി. അപ്പോൾ തന്നെ അച്ഛൻ വിചാരിച്ചേ എന്ത് കുഴപ്പമുണ്ടല്ലോ, നീ എന്തിനാ ധ്യാനത്തിന് വന്നു? അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ നോക്കി. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ പറഞ്ഞോണ്ട് നമ്മുടെ അച്ഛനല്ലേ. അപ്പോൾ അവൻ പറയുകയാണ്, അച്ഛൻ ഞാനേ ആരോടും പറയരുത് അച്ഛൻ. ഇല്ല ഞാൻ പറയില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതാണ്, അച്ഛൻ ഞാൻ സ്നേഹിക്കുന്നു, കൊച്ചു ധ്യാനത്തിന് വന്നിട്ടുണ്ട്, അവളെ 3 ദിവസം കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് വന്നാണെന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാണ്. അപ്പോൾ 3 ദിവസം തൻ്റെ കാമുകിനെ കാണാൻ വേണ്ടിയിട്ട് ധ്യാനത്തിന് വന്നേക്കാണ്. അച്ഛനെന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാണ്ടായി. അച്ഛൻ ചോദിച്ചാൽ ഇത് അവൾക്കറിയാമോ? അവൾക്കറിയാം അച്ഛൻ, പിന്നെ ഇവനും അറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആരോടും പറയരുത്. അത് നീ പോയി അവളെ വിളിച്ചിട്ടുണ്ടോന്നേന്ന് പറഞ്ഞു. അച്ഛൻ അനുവാദത്തോടെ കുട്ടിയെ കാണാൻ കിട്ടിയ അവസരം അവൻ പാഴാക്കിയില്ല. അവൻ ചെന്നു. കൊച്ച് നമ്മുടെ കാമുകൻ 5ാം ക്ലാസ്സിലാണ്, അപ്പോൾ കാമുകി 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ചെക്കനും പെണ്ണും കൂടി മറ്റേ പാരിഷ് ഹോളിൽ ധ്യാനം പതുക്കെ ഇങ്ങനെ വരിക. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് എന്ത് നാണം ഉണ്ടാവാനാണ്. എന്നാലും അവൾ കുറച്ച് നാണമൊക്കെ അവിടെ നിന്ന് കാഴ്ച കൊടുത്ത് മേടിച്ച് തലയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇവൻ ഇങ്ങനെ നിൽക്കുക. 2 പേരും കൂടി മുമ്പിലേക്ക്. അച്ഛൻ ചോദിച്ചു, എടി ഇവൻ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ അവളിങ്ങനെ കുറച്ച് നേരം കൂട്ടുകാരനെ നോക്കി, മറ്റേ നമ്മുടെ കൂട്ടുകാരനെ നോക്കി, അച്ഛനെ നോക്കി. അപ്പോൾ കാമുകൻ പറഞ്ഞു, നീ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ശരിയാണ് അച്ഛാ, എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് പിന്നെ എന്ത് ചോദിക്കണമെന്ന് അറിഞ്ഞൂടാ. അച്ഛൻ അവസാനം വീണ്ടും ചോദിച്ചാൽ ഒരു ചോദ്യം കൂടി ചോദിക്കുക, എന്താണ് സ്നേഹിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ് വളരെ ശ്രദ്ധേയം. അച്ഛൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കുക വെച്ചാൽ അവൻ കുടിക്കില്ല, വലിക്കില്ല, മറ്റ് ദുശീലങ്ങളൊന്നുമില്ല, പിന്നെ എങ്ങനെ സ്നേഹിക്കാതിരിക്കുക വെച്ചാൽ. പ്രിയമുള്ളവരെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ കൊച്ചിൻ്റെ ഒരു കുഴപ്പം പറയാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണത്. എന്താണ്? വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അത് സ്നേഹമല്ല, അതെന്താണ്? അത് ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറയുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകണമെന്നാണ് ഇഷ്ടം. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് സഹനം ഉണ്ടായാലും സ്നേഹം നിലനിൽക്കും. അപ്പം എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ അത് നഷ്ടപ്പെടും, ഉറപ്പാണ്. പക്ഷെ സ്നേഹമാണെങ്കിൽ അതെന്ത് സഹനം ഉണ്ടെങ്കിലും അതിങ്ങനെ മെച്ചപ്പെടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
ഏതൊരു മനോഭാവത്തിലൂടെയാണ് പോകുന്നത് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ വീടിനെ ഇങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വീടിൻ്റെ ഒരു മോഡൽ അല്ലേ, സഹനമാണ്. സഹനം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുക. എൻ്റെ വീട്ടിലെ സഹനം അപ്പുറത്തെ വീട്ടിലെ ആളറിയരുത്. അത് അങ്ങനെ ആവണമെങ്കിൽ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹവും സഹനവും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു കവചം കൂടെ വെക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിങ്ങനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സഹനം അത് പുറത്തേക്ക് പോകുന്നത് ത്രിത്വൈക ദൈവമായും സ്നേഹമായിട്ടാണ്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സഹിക്കുകയാണ്. സഹിക്കാൻ പറ്റണം. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സഹിക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോരം മേഖലകളിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സഹിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണ്? അതെൻ്റെ ജീവിത പങ്കാളിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പങ്കിങ്ങനെ ആളിക്കുന്നവനാണ്, കത്തിക്കുന്നവനാണ്, ചൂട് നൽകുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റണമെന്നാണ്. ഈ ഒരു തലത്തിൽ നിന്നതിന് ശേഷം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മക്കളിലേക്ക് പ്രവേശിക്കുക. പ്രിയമുള്ളവരെ, ഈ 3 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ണ് പ്രശ്നമുള്ള ഒരു കുഴപ്പമാണ്. ഇതറിയാം ആരാണ്? അതുപോലെ ഈ ചേട്ടനെ അറിയാമോ? ഈശോ ആണെന്നാണ് പറയണത്. പ്രിയമുള്ളവരെ, ഞാനിത് ഇത് ഒരു ഡബിൾ വിഷൻ ചിത്രങ്ങളാണ്. കുറച്ചും കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഈശോ ആണ്, പക്ഷെ വേറെ എന്താണ് ഇല്ല അതിനകത്ത്. പ്രിയമുള്ളവരെ, വേറൊന്നുമല്ല. എന്താണത്? ശമയോൻ ഈശോയെ സഹായിക്കുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളെ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ കോളറിന് കുത്തിപ്പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കണം. ഒരെണ്ണത്തിനെ വിശ്വസിച്ചേക്കല്ലേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും, അച്ഛ അങ്ങനെയൊക്കെ പറയില്ല. പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, പറയാൻ നിർബന്ധിതനായത് കൊണ്ട് മാത്രം പറഞ്ഞ. എല്ലാ ദിവസവും പള്ളി പോകുന്ന കുടുംബം, ഇവളും പള്ളി പോകും, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പുറത്ത് നോക്കുമ്പോൾ ആളൊക്കെയാണ്. ആളെൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് മയക്കുമരുന്ന് ഒട്ടും മാറ്റാൻ പറ്റണില്ല, എനിക്ക് പിടിച്ചിക്കാൻ പറ്റണില്ല. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ പോലെ വീട്ടിൽ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അറിയത്തില്ല. വളരെ കുമ്പസാര രഹസ്യം പോലെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് പറയാനും പറ്റുന്നില്ല. ഒക്കെ നമ്മുടെ. അതുകൊണ്ട് കൃത്യമായും ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുന്നതാണ്. അതാണ് MDMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഞാൻ ഒരു പുതിയ ആഹ്വാനവുമായിട്ട് വരുന്നു. MDMA അല്ല, MAD. എന്നിട്ട് പുള്ളി അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. MAD എന്ന് വെച്ചാൽ മദർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് ഈ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമെന്ന് പറയും. അമ്മ വിചാരിക്കണം. എൻ്റെ മോനാണ്, അതുകൊണ്ട് പതുക്കെ ഒതുക്കും. നമ്മൾ ഒതുക്കലില്ല പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് ഒതുക്കലില്ല നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മമാർ ഈ ഒരു കാര്യത്തിനെതിരെ നിൽക്കാനായിട്ട്, അടിയുറച്ച് നിൽക്കാനായിട്ട്, ചങ്കുറപ്പടെ നിൽക്കാൻ പറ്റിയ ഇത് അങ്ങനെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും. ചിലപ്പോൾ നാണം കടേണ്ടി വരും. പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു നിലപാട്, ആ ഒരു നിലനിൽപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെന്നാണ് പറയാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികളിലേക്ക് പ്രവേശിക്കും അല്ലേ. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കെൻ്റെ ജീവിത പങ്കാളി ഇഷ്ടമാണ്. അങ്ങനെ വന്നാൽ മാത്രം മനസ്സിൽ കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മകൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവരും മക്കളൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടാവും. പക്ഷേ അർത്ഥമുണ്ട്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൊച്ചുമക്കളോട്, അവർ വിവാഹിതരാകാൻ പോകുമ്പോൾ അവരോട് പറയേണ്ടത്, നിങ്ങൾ ആഴമായ ബോധ്യത്തോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഉദരത്തിലേക്ക് കുഞ്ഞിനെ സ്വീകരിക്കാവൂ. അത് വളരെ ഗൗരവം. നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ മക്കളോട്, കുഞ്ഞുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം.
വളരെ ആഴമായ ബോധ്യത്തിൽ, ഹൃദയത്തിൽ തീവ്രമായി ആഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഉദരത്തിലേക്ക് ഒരു കുഞ്ഞിന് നമ്മൾ സ്വീകരിക്കാവൂ. ആ ഒരു താല്പര്യം, ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണമെന്നാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ മക്കളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റണമെന്നാണ്.